എല്ലാവർക്കും നമസ്കാരം. അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ ഗുഹാ ശൃംഖലകളിലെ ബുദ്ധക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ബുദ്ധവിഹാരങ്ങൾ, ബുദ്ധഗുഹകളെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത്. എല്ലോറ ഗുഹകളിൽ ആകെ 34 ഗുഹകളാണ് പൊതുജനത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. അതിൽ 1 മുതൽ 12 വരെയുള്ള ഗുഹകളാണ് ബുദ്ധവിഹാരങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മളിന്ന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് 10ാം നമ്പർ ഗുഹയായിട്ടുള്ള വിശ്വകർമ്മ കേവ് ആണ്. വളരെ വലിയൊരു ബുദ്ധവിഹാരമാണ് ഈ വിശ്വകർമ്മ കേവ് എന്ന് പറയുന്നത്. AD 7ാം നൂറ്റാണ്ടിൽ പണിത വളരെ വലിയൊരു ബുദ്ധക്ഷേത്രമാണ് ഇത്. ശരിക്കും ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം യാതൊരു ഐഡിയയും കിട്ടിയത്. ഇതിൻ്റെ അകത്തോട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ എല്ലാ ഗുഹകളുടെയും മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇത് എന്നാണ് പണിതതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് പതുക്കെ അകത്തോട്ട് കയറി നോക്കാം. നമ്മൾ ആ കുറച്ച് മുമ്പിൽ കണ്ട ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നതൊക്കെ വെളിയിൽ നിന്ന് തൂണായിട്ട് പണിത് കൊണ്ടു വെച്ചിരിക്കുന്നത് കണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം വെച്ചിരിക്കുന്നതാണെന്ന് തോന്നും. പക്ഷെങ്കിൽ ഈ തൂണുകൾ വെളിയിൽ നിന്ന് കൊണ്ട് വെച്ചിരിക്കുന്നതോ പണിത് തൂണായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നതോ അല്ല. ആ തൂണിൻ്റെ ചുറ്റിലുമുള്ള പാറകൾ മുഴുവൻ നീക്കം ചെയ്ത് ആ തൂൺ അങ്ങനെ ഇവിടെ നിലനിർത്തിയിരിക്കും. ഇങ്ങോട്ട് നോക്കി, ഇതിനകത്ത് മുഴുവൻ ഈ നമ്മൾ മുന്നിൽ കാണുന്ന സംഭവം മുഴുവൻ ഒരു പാറയായിരുന്നു. ആ പാറയ്ക്കകത്ത് നിന്ന് ഈ രൂപത്തിൽ ഇത് കൊത്തിയെടുത്തതാണ്. ആ പാറ മുഴുവനായിട്ടുള്ളൊരു പാറയായിരുന്നു. ഇവിടെ കണ്ട 2 പേര് നിൽക്കുന്ന ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം വലുപ്പം മനസ്സിലാകും. ഒരു ബുദ്ധൻ്റെ ഒരു വിഗ്രഹമാണ് ഏറ്റവും മുന്നിൽ കാണുന്നത്. ഈ മുകളിലത്തെ സ്ട്രക്ചർ മുഴുവൻ പാറയ്ക്കകത്ത് നിന്ന് കൊത്തി ഉണ്ടാക്കിയതാണ്. ഇതാണ് ഇതിൻ്റെ ഈ എല്ലോറ ഗുഹകളുടെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതി. ഇതാണ് നമ്മൾ എല്ലോറ ഗുഹ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു സംഭവം, ഇത്ര ഒരു സംഗതി നമുക്ക് മനസ്സിൽ വരികയില്ല. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്ന പാറകൾ ഇളക്കിയെടുത്ത് പാറകൾ നീക്കം ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല ഒരു സ്ട്രക്ചർ ഇവിടെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടില്ലെന്നുള്ളതാണ്. കേട്ടോ, അവിടെ ആ തൂണിൻ്റെ അവിടെ ഇരിക്കുന്ന ആളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ വലുപ്പം ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് മുകളിലത്തെ സ്ട്രക്ചർ എത്ര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബുദ്ധൻ്റെ പ്രതിമയുടെ മുകളിലുള്ള ആ സ്തൂപം പോലത്തെ സംഗതിയും ഇതൊക്കെ പാറയ്ക്കകത്തുനിന്ന് കുത്തിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഈ ഗുഹാക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാറ കൊണ്ടുണ്ടാക്കിയ ക്ഷേത്രമെന്ന് തോന്നും. പക്ഷേ ഇത് പാറ കൊണ്ടുണ്ടാക്കിയതല്ല, പാറയ്ക്കകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് ഇതിൻ്റെ എല്ലോറ കേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഈ 10ാം നമ്പർ ഗുഹ തന്നെ 2 നിലയായിട്ടാണ് പണിതത്. നമ്മളെ താഴത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തോട്ടുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, എത്ര ഇപ്പോഴത്തേക്ക് കെട്ടിടം പോലെ 2 നിലയായിട്ട് പാറ കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്, പാറയ്ക്കകത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറുകൾ കണ്ടോ, എത്ര ഭംഗിയായിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന്. ഇത് ഈ ബുദ്ധഗുഹകളിൽ, എല്ലോറ കേവ്സിലെ ബുദ്ധഗുഹകളിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. ഇതിനെ കഴിഞ്ഞ് വലുപ്പമുള്ള 1-2 വേറെ ഗുഹകളുണ്ട്. പക്ഷേ ഏറ്റവും ഭംഗിയും ഏറ്റവും രസകരമായിട്ട് തോന്നുന്നൊരു സംഗതി. ഇവിടെ മറ്റ് പല രീതിയിലുള്ള ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പ്രധാനമായിട്ട് ബുദ്ധക്ഷേത്രമാണ്. പഴക്കം വളരെ 7ാം നൂറ്റാണ്ടിൽ പണിത ഒരു ബുദ്ധക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നുണ്ട്. വളരെ ഇങ്ങനെ നല്ല രീതിയിലുള്ള കുത്തുപണികളൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഗുഹകളെ കുറിച്ചിട്ടൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈഡുകളെ കിട്ടും. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ, കേവ്സിൻ്റെ മുന്നോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഗൈഡുകൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 800 രൂപ മുതലൊക്കെയാണ് ഗൈഡുകൾ. അവരെ നമുക്ക് കിട്ടും. അവർ കൂട്ടിക്കൊണ്ട് നമ്മൾ ഇതിനകത്ത് കയറുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഓരോ ഗുഹകളെക്കുറിച്ചും ഡീറ്റെയിൽസും ഓരോ ശില്പങ്ങളൊക്കെ എന്താണെന്നൊക്കെ അവർ വിശദമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ അത്രയും വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗൈഡിനെ കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ടും ഒക്കെ പറ്റുള്ളൂ. ശരിക്കും ഇത് 2 നിലയല്ല, മുകളിലത്തെ ആ ഭാഗത്തോടും കൂടെ പോകാനായിട്ട് ഉള്ള വഴി കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നില്ല. നമ്മൾ അടുത്ത ഗുഹ കാണാനായിട്ട് നമുക്ക് പോകാം അങ്ങോട്ട്. നമ്മൾ ആദ്യം ആ 10ാമത്തെ ഗുഹ കണ്ടത് അത് ഏറ്റവും പ്രാധാന്യം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇനി നമ്മൾ 1 മുതൽ മുന്നോട്ടുള്ള ആ ഓർഡർ അനുസരിച്ചുള്ള ഗുഹകളാണ് കാണാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ്, അതായത് 1ാം ഗുഹ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ മുതൽ മുന്നോട്ട് നടന്നാണ് ഓരോ ഗുഹകളായിട്ട് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ആ കേവിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഏറ്റവും വലതുവശത്താണ് 1ാമത്തെ ഗുഹ വരുന്നത്. 1ാമത്തെ ഗുഹയാണ് ഈ കാണുന്നത്. ഇതൊരു ബുദ്ധവിഹാരമാണ്. ബുദ്ധന്മാർക്ക് സാധനയൊക്കെ അനുഷ്ഠിക്കാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ ഓരോ മുറികളായിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഈ 1ാം നമ്പർ ഗുഹ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഉള്ളതായിട്ട് ഇതിൻ്റെ വെളിയിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഈ അകത്തെ സ്പേസ് കണ്ടോ, ഒരു പ്രാർത്ഥനാ ഹാൾ വല്ലതും ആയിരിക്കും ഇത്രയും വലിയൊരു സ്പേസ്. അതുപോലെ ചെറിയ ചെറിയ മുറികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ഓരോ ബുദ്ധഭിക്ഷുക്കൾക്കും വേണ്ടിയിട്ട് പണിതിട്ടുള്ള ഗുഹകളാണെന്നാണ്, ചെറിയ ചെറിയ ഹാളുകളാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം നൂറ്റാണ്ടുകൾ മുമ്പ് ഉണ്ടായിരുന്ന സംഭവമാണിത്. അപ്പോൾ ഇതിനകത്ത് നല്ല തണുപ്പാണ്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വെളിയിൽ എന്ത് ചൂടാണെങ്കിലും ഈ ഗുഹയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അടുത്ത് നമ്മൾ കാണുന്ന കേവ് നമ്പർ 2 ആണ്. ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു ബുദ്ധക്ഷേത്രം തന്നെയാണ്. 8ാം നൂറ്റാണ്ടിലാണ്
ഇത് പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ആ മുകളിൽ ഇരിക്കുന്ന പാറ പോലത്തെ സ്ഥലങ്ങളായിരുന്നു മുന്നോട്ടുള്ള ഇവിടെ മുഴുവൻ. അവിടുന്ന് ആ പാറയ്ക്കകത്തുനിന്ന് പാറ എടുത്ത് കുത്തി വെളിയിലോട്ട് കളഞ്ഞിട്ടാണ് ഈ ബുദ്ധവിഹാരങ്ങൾ ഇങ്ങനെ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത്. അകത്തോട്ട് കയറുമ്പോൾ അത് മനസ്സിലാവും. അകത്തോട്ട് നമ്മൾ എല്ലാ ഗുഹകളുടെയും പ്രത്യേകത വെളിയിൽ നമ്മൾ കാണുന്ന ആ ഒരു വലിപ്പമല്ല അകത്തോട്ട് കയറി കഴിയുമ്പോൾ. അകത്തോട്ട് കയറി കഴിയുമ്പോൾ പാറയുടെ ഉൾവശം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഗുഹകളിലും പോലെ ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതുണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ ഒരു വലുപ്പം കൂടെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വലുപ്പം മനസ്സിലാകും. ഇവിടെ നല്ല വേറെ ഒത്തിരി ഇങ്ങനെ ഈ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബുദ്ധൻ്റെ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെ അനേകം ശില്പങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ തൂണുകളൊക്കെ കണ്ട് സെപ്പറേറ്റ് ആയിട്ട് തൂണുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഈ തൂണുകളെല്ലാം ഞാൻ എല്ലാ ഭാഗത്തും പറയുന്നതാണ്, തൂണുകൾ സെപ്പറേറ്റ് പണിത് വെച്ചിരിക്കുന്നതല്ല, തൂണുകൾക്കിടയിലുള്ള കല്ല് നീക്കം ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ട് ബുദ്ധൻ്റെ ഒരു വിഗ്രഹം അവിടെ തന്നെ കുത്തി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് തീരെ ലൈറ്റ് കുറവാണ്. അത് വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുകയില്ല. നല്ല ഉയരമുള്ളത് 2-3 പൊക്കം ഉള്ളൊരു വിഗ്രഹമാണിത്, ബുദ്ധൻ്റെ വിഗ്രഹം. ബുദ്ധൻ്റെ തന്നെ നമുക്ക് പല പൊസിഷനിലുള്ള പല പോസ്റ്ററിലുള്ള വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പല ഗുഹകളിലായിട്ട്. അപ്പം ഇത് കണ്ടോ, ഈ തൂണുകൾ, ഇത് കണ്ടോ, ഹാളുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഇത്രയും കാലങ്ങളായിട്ട് ഒരു കേടുപാടുകളൊക്കെ പലരും വരുത്താൻ നോക്കിയിട്ടും കേടുപാടുകളൊന്നും വരാതെ നിലനിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേവ് നമ്പർ 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇത് കുറേ ദൂരം നടന്ന് കാണാൻ എല്ലാ ഗുഹകളും കുറിച്ച് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു 1/4 മണിക്കൂർ ഓരോ ഗുഹയുടെ അടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ ഓരോ ശില്പങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഗുഹ നമ്പർ 3 ആണ്. ഇത് താരതമ്യേന ചെറിയൊരു ഗുഹയാണ്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളത് അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഹാളുകൾ കാണാം. ഈ ഹാളുകളൊക്കെ ബുദ്ധഭിക്ഷുക്കൾക്ക് സാധനം അനുഷ്ഠിക്കാനായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഹാളുകളാണെന്നാണ് പറയുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ബുദ്ധഭിക്ഷുക്കൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ബുദ്ധവിഹാരങ്ങളെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ ഇവിടെയും ബുദ്ധൻ്റെ ഒരു പ്രതിമ, സാമാന്യം വലുപ്പമുള്ളൊരു പ്രതിമ നമുക്ക് ഈ ഇതിൻ്റെ ശ്രീകോവിൽ പോലെയുള്ള ആ ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേവ് നമ്പർ 3. ഇത് ഗുഹ നമ്പർ 4 ആണ്. ഇത് മറ്റ് ഗുഹകൾ പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഗുഹകളാണ്. ഈ ബുദ്ധഗുഹകളിലെ ചെറിയ ഗുഹകളെല്ലാം ഏകദേശം ഒരേപോലത്തെ നിർമ്മിതികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടേക്ക് ഇത് പണി പൂർത്തീകരിക്കാൻ പറ്റാതെ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതോ ഒക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളതാണ്. ഇവിടെയും ബുദ്ധൻ്റെ ആണെന്ന് തോന്നുന്നു. ബുദ്ധൻ്റെ തന്നെ പ്രതിമയാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ബുദ്ധൻ്റെ ഒരു രീതിയിലുള്ള പ്രതിമയല്ലത്. ഇതുപോലെ ഇങ്ങനെ ദ്വാരപാലകന്മാരൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ അനേകം പ്രതിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ്. ഇവിടെ കണ്ട കാലിന് ഇത് നശിപ്പിക്കപ്പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു. കാല് വെട്ടി അവിടെ കണ്ടോ, കാലിൻ്റെ ആ ഭാഗം അത് കണ്ടിട്ടത് മനഃപൂർവ്വം നശിപ്പിച്ച് കളഞ്ഞ രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇവിടെ ബുദ്ധൻ്റെ പ്രതിമയുടെ ചുറ്റും തന്നെ മറ്റനേകം മൂർത്തികളെയൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ഇതിൻ്റെ ഇങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെയും നമുക്കിവിടെ ഇതുപോലെ ദ്വാരപാലകന്മാരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ബുദ്ധവിഹാരങ്ങളിലെ നിർമ്മിതിയൊക്കെ ശകലോട് ഒരു പെർഫെക്ഷൻ ഉള്ള പോലെയാണ് തോന്നുന്നത് മിക്കവാറും കാണുന്ന ഇതുപോലത്തെ ഈ ശില്പങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതാണ് 4ാമത്തെ ഗുഹയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇത് കേവ് നമ്പർ 5 ആണ്. ഇത് സാമാന്യം വലിപ്പമുള്ള ഒരു കേവായിട്ടാണ് വെളിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. 50 മീറ്റർ നീളവും 30-35 മീറ്റർ വീതിയുമുള്ള ഒരു ഗുഹയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതും ബുദ്ധവിഹാരമാണ്. ഇത് കൊണ്ട് നോക്കി നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെയാണോ അകത്തോട്ട് കയറുമ്പോഴുള്ളൊരു ഫീലെന്ന് നോക്കി. മുഴുവൻ എന്തൊരു നീളവും വീതിയും. ഇത് ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ചെറുതായിട്ട് കല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെളിയിലോട്ട് നമ്മൾ ആ കയറി വന്ന വാതിൽ വഴി വേണമല്ലോ ഈ കല്ല് പുറത്തോട്ട് കളയാനായിട്ട്. അപ്പോൾ ഇത് ചെറിയ പീസ്, ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം ഒരാളുടെയൊക്കെ പകുതി വലിപ്പമുള്ള അത്രയും ചെറിയ പീസുകളാക്കിയിട്ട് വേണം ഇതുവഴി നമുക്ക് വെളിയിലോട്ട് ഇറക്കാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്നാ ഒരു സ്ട്രക്ചറാണ്. ഇവിടെയുള്ള പാറകൾ, എനിക്ക് ഏറ്റവും ഇതിനകത്ത് അത്ഭുതമായിട്ട് തോന്നുന്ന സംഗതി, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്ന പാറകൾ പൊടിച്ച് ആ പാറകൾ വെളിയിലെടുത്ത് കളഞ്ഞിട്ടാണ് ഈ സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവം തന്നെയാണ്. ആ തൂണുകളൊക്കെ എന്ന് പറഞ്ഞാൽ ആ പാറകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി അതുപോലെ നമ്മൾ സാധാരണ ഒരു ഹാളിൻ്റെ പോലത്തെ ഒരു സ്ട്രക്ചറാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ബുദ്ധ പ്രതിമകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലായിട്ട് ബുദ്ധൻ്റെ ഇങ്ങനെയുള്ള പ്രതിമകൾ കാണാനായിട്ട്. ഈ ഹാളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന്മാർ അവരുടെ മൊണാസ്ട്രി ആയിരുന്നെന്നാണ് പറഞ്ഞത്. അവരുടെ ക്ലാസ്സുകളും കാര്യങ്ങളും അവിടെ പഠനങ്ങളും ഒക്കെ ഇവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്.
ഇതിനെനിക്ക് തോന്നുന്നത് ഇവിടെ ആവശ്യത്തിന് ഈ ടൂറിസമോ അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു പരിപാടികളും ഈ നമ്മുടെ മഹാരാഷ്ട്ര സർക്കാരും ചെയ്യുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ്റും ചെയ്യുന്നില്ല. ഇതിങ്ങനെയൊന്നും കിടക്കേണ്ട സ്ഥലമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലോറ കേവ്സ് എന്ന് പറയുന്ന ഈ മുഴുവൻ സ്ട്രക്ചർ. ഇതിന് ആവശ്യമായിട്ടുള്ള യാതൊരുവിധ പരിഗണനയും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്നിട്ട്. അതെന്ന് വെച്ചാൽ ഇത് ഇത്രയൊന്നും എന്തേരെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകൾ പോലും ഇല്ലേ ഈ ചുറ്റുവട്ടത്തൊന്നും. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോലും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഇത് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ ഒരു 5-6 മണിക്കൂർ എടുക്കും. പക്ഷേ ഇവിടെ അതിനകത്ത് കയറി നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന 1-2 കുപ്പി വെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റൂ. ഇതിനകത്ത് വെള്ളം പോലും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു സംഭവം ഇവിടെ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഭാവിയിൽ ഉണ്ടാകുമായിരിക്കും, എന്താണെങ്കിലും ആവശ്യത്തിനുള്ളൊരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ മുമ്പ് കണ്ട ആൾക്കാരെയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം കാണാൻ പറ്റുന്നത്. ഇത് വളരെ വളരെ വലുപ്പമുള്ളൊരു ബുദ്ധ വിഹാരമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, നൂറ്റാണ്ടുകൾ മുമ്പ് ഒരു 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് ആ സമയത്തൊക്കെ ഇവിടെ ഇരുന്ന് ബുദ്ധന്മാർ ഇവിടുത്തെ ബൗദ്ധിക സിദ്ധാന്തങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളാണിത്. അങ്ങനെ കേവ് നമ്പർ 5 നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞത്. അടുത്ത കേവ് നമ്പർ 6 ആണ്. കേവ് നമ്പർ 6 നമ്മൾ താഴത്തെ മുകൾ ഭാഗത്തായിട്ട് മറ്റേ ഗുഹകളൊക്കെ കണ്ട അതിൽ നിന്ന് നിരപ്പിന് മുകളിലായിട്ടാണ് കേവ് നമ്പർ 6 കാണുന്നത്. ഇതും നേരത്തെ കണ്ട പോലെ ചെറിയ ഗുഹകളുടെ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ നമുക്ക് കണ്ട ഇവിടെ അങ്ങോട്ടൊക്കെ ഈ വാതിൽ കയറുന്ന സൈഡിൽ തന്നെ നമുക്ക് ബുദ്ധൻ്റെയൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് അകത്ത് കാണുന്ന സാമാന്യം വലുപ്പമുള്ള ഒരു ഗുഹയാണ്. ഒരു 3-4 വലുപ്പമുണ്ട്. എഴുന്നേറ്റ് ഒരു 3-4 വലുപ്പമുള്ള ഗുഹകളാണ്, ഒരു ശില്പങ്ങളാണ് ആ കാണുന്നതൊക്കെ. ബുദ്ധൻ്റെ പ്രതിമയാണ് കാണുന്നത്. അതുപോലെ ഈ സൈഡിൽ കണ്ട് ബുദ്ധൻ്റെ പ്രതിമയുടെ സൈഡിലൊക്കെ മറ്റ് പല ശില്പങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് കേവ് നമ്പർ 6 എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ ഗുഹകളിലും ഇതുപോലെ ബുദ്ധൻ്റെ അല്ലാത്ത അനേകം പ്രതിമകളാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഈ ബുദ്ധ മതത്തിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നവർക്ക് ഇത് മറ്റ് പ്രതിമകളൊക്കെ ആരുടെയാണെന്നൊക്കെ അറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഇതുകൊണ്ട് ഇത് ഈ ബുദ്ധ ഗുഹകളുടെ വെളിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇങ്ങനെ ഈ നമ്മുടെ ഇപ്പം നടക്കുമ്പോൾ ഈ ഇടത്ത് വശത്തോട്ട് കാണുന്ന ആ പാറകൾ തുറന്നിട്ടാണ് ഈ ഗുഹകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓരോ നമ്പറിട്ട് ഇങ്ങനെ നേരെ മുന്നിൽ കാണുന്ന ഗുഹകളൊക്കെ ഓരോ നമ്പറിട്ട് തിരിച്ച് വെച്ചിരിക്കുന്ന ഗുഹകളാണ്. ഇതുപോലെ ഈ കാണുന്ന പാറകൾ അകത്തോട്ട് തുറന്നിട്ടാണ് ഈ എല്ലാ ഗുഹകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ ഇതിൻ്റെ മതിൽ കല്ല് ഗുഹകളല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കല്ലിൻ്റെ അവിടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പല വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ചിലപ്പോൾ ആദ്യകാലത്തൊന്നും ഇല്ലാത്തതായിരിക്കും, പിന്നീട് കുത്തി ഉണ്ടാക്കിയതായിരിക്കും അതൊക്കെ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കേവ് നമ്പർ 8 ആണ് കാണുന്നത്. കേവ് നമ്പർ 8 കണ്ടിട്ട് തീരെ ചെറിയൊരു ഇതായിട്ടാണെന്ന് തോന്നുന്നത്. തീരെ ചെറുതെന്ന് പറഞ്ഞാൽ ഇത് സാമാന്യം വലുപ്പമുള്ളത് തന്നെയാണ്. ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമുക്ക് ഏകദേശം ഒരു വലുപ്പം കാണാം. നമുക്ക് മുമ്പൊക്കെ കണ്ടതിനെ കഴിഞ്ഞും വലുപ്പം കുറവാണ്. ചെറിയ മുറികളായിട്ട് തിരിച്ചിരിക്കുന്നത് കണ്ടോ, അകത്തോട്ടുള്ള ഓരോ മുറികൾ. ആ ഓരോ മുറികളിലും ഇവിടെ സ്ഥിരമായിട്ട് ബുദ്ധന്മാരൊക്കെ സ്ഥിരമായിട്ട് താമസിച്ച് പഠിച്ചിരുന്ന സ്ഥലങ്ങളാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് കേവ് നമ്പർ 9 ആണ്. ഇതും ബുദ്ധ വിഹാരം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടത് ബുദ്ധൻ്റെ ഒരു പ്രതിമ. ബുദ്ധൻ്റെ ആ തലയുടെ ഭാഗം നോക്കി കഴിഞ്ഞാൽ ബുദ്ധൻ്റെ നമ്മളൊക്കെ പടത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള ബുദ്ധൻ്റെ ഒരു പ്രതിമ തന്നെയാണ്. അതുപോലെ ഇവിടെ ഈ പ്രതിമ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നശിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് കാണുന്നതിൻ്റെ കൈയും ഒക്കെ ആകൃതി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മറ്റ് പല ശില്പങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുദ്ധൻ്റെ അല്ലാതെ ദ്വാരപാലകന്മാർ പോലത്തെ പല വിഗ്രഹങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെയും. ഇത് കേവ് നമ്പർ 11 ഇത് കണ്ടത്. ഇതൊരു 3 നില കെട്ടിടമാണ്. 3 നില കെട്ടിടം എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരുടെ ഒരു സ്കൂളായിരുന്നു. പഴയകാലത്തെ ബുദ്ധന്മാരുടെ സ്കൂളോ ഹോസ്റ്റലോ അങ്ങനത്തെ എന്തോ സംഭവമായിരുന്നു. ഇവിടെ താമസിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന 10-12 വർഷമൊക്കെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ബുദ്ധഭിക്ഷുക്കൾ വെളിയിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അവർക്ക് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സൗകര്യം ആയിരുന്നു സ്കൂൾ അല്ലെങ്കിൽ ഹോസ്റ്റൽ, അങ്ങനത്തെ എന്തോ സംഭവമാണ്. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ കാണുന്ന അതേ രീതിയിലുള്ള സ്കൂളിൻ്റെ ഒരു സ്ട്രക്ചറാണ്. 1, 2, 3 നില ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. മുകളിലോട്ടൊക്കെ കയറി പോകാനായിട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ പലരും പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ വിദ്യാഭ്യാസം തുടങ്ങിയത്, ഇവിടെ സ്കൂൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ സ്കൂളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇംഗ്ലീഷിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്കൂൾ ആവുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. ഇവിടെയും എന്തെങ്കിലുമൊക്കെ സംഗതികൾ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷുകാരൻ പഠിപ്പിക്കുന്നത് മാത്രമേ അത് പഠനമാകുള്ളൂ എന്ന് വിചാരിക്കുന്നവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയും ബുദ്ധഭിക്ഷുക്കൾ പഠിക്കാനായിട്ട് ബുദ്ധഭിക്ഷുക്കളോ അല്ലെങ്കിൽ അല്ലാത്തവരും കാണുമായിരിക്കും. ഭിക്ഷുക്കളല്ലാത്ത ആൾക്കാരും ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചറുകളാണ് ഇവിടെ കാണുന്നത്. ഇത് ഇത്രയും ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ച് ബുദ്ധന്മാർ സ്ഥിരമായിട്ട് താമസിച്ച് പഠിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇത്രയും ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യവും അതുപോലെ അവർക്കുള്ള ഭക്ഷണവും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഈ ചുറ്റുവട്ടത്തായിട്ട് ഒരുക്കിയിരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ട് തന്നെ മാത്രമേ നമുക്കിവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണുവാനായിട്ട് പറ്റുള്ളൂ. ഇത് കേവ് നമ്പർ 12 ആണ്. മുമ്പ് നമ്മൾ കണ്ട അതേ 11ാമത്തെ ഗുഹയുടെ അതേ ഒരു സിമിലർ സ്ട്രക്ചറാണ്. ഇതുകൊണ്ട് ഇതും ഇതുപോലെ ഒരു സ്കൂളോ ഹോസ്റ്റലോ അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മളിപ്പോഴൊക്കെ കാണുന്ന നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാണുന്ന സ്കൂളുകൾ പോലെ തന്നെ ഒരു 3 നില കെട്ടിടമാണ്. ഇതും മുമ്പ് സിമിലർ 11 കണ്ട അതേ രീതിയിലുള്ള ഒരു കെട്ടിടം തന്നെയാണ്. ഇവിടെ ബുദ്ധഭിക്ഷുക്കൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിനകത്ത് നമ്മൾ ഇതിനകത്തുള്ള പാറകൾ നീക്കം ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിനകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ അകത്ത് കണ്ടോ, അകത്ത് ഇങ്ങനെയുള്ള ഇതാണ് ബുദ്ധൻ്റെ വിഗ്രഹം. ഇതിനകത്ത് ബുദ്ധൻ്റെ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതുപോലെ പഠിക്കാനുള്ള ഓരോരോ ഹാളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ലൈറ്റ് ശകലം കുറവാണ്. അപ്പോൾ ഇതാണ് കേവ് നമ്പർ 12. ഇത് ലാസ്റ്റ് കേവാണ്, ബുദ്ധ വിഹാരങ്ങളിലെ ലാസ്റ്റ് കേവാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് എല്ലോറയിലെ ബുദ്ധവിഹാരങ്ങളാണ് കണ്ടത്. 1 മുതൽ 12 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗുഹകളാണ് ബുദ്ധവിഹാരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മറ്റല്ലാത്ത ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ഗുഹകളെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻസിൽ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ കാണുക. അതുപോലെ എല്ലോറ ഗുഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലുപ്പമുള്ള ഗുഹയാണ് 16ാം നമ്പർ ഗുഹ എന്ന് പറയുന്ന കൈലാസ ക്ഷേത്രം. പ്രശസ്തമായിട്ടുള്ളൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറി പോകാനുള്ള വഴികളുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അനേകം വീഡിയോകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമസ്കാരം.